രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ചെറിയൊരു പാചകം കാണാം. രാവിലെ ഒരു രസവട ഉണ്ടാക്കണം കേട്ടോ. അതിലേക്ക് വേണ്ടി തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒക്കെ മൂപ്പിച്ച് രസം ഉണ്ടാക്കി ആ രസവടയിലോട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രസവടയും ചമ്മന്തിയൊക്കെയാണ്. പിന്നെ ഇതാ കുറച്ച് ചീരയുണ്ട്. ചീര എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എൻ്റെ സ്വന്തം വയലിലാണ്. ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടു തന്നതാണ് ചീര. അങ്ങനെ നമ്മൾ നാടൻ ചീരയും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങളുടെ തുടക്കം. നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നുണ്ട്. എനിക്ക് നല്ലവണ്ണം അറിയാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവിൽ വരണുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈവിലും കൂടെ വന്ന് എന്നെ സഹായിക്കണം. ലൈവിൽ വരുന്ന ദിവസം ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളുടെ അച്ചിങ്ങ ഞങ്ങളുടെ വള്ളിപ്പയർ മെഴുക്ക് പുരട്ടിന് വേണ്ടിയാണ്. അപ്പം വള്ളിപ്പയർ മെഴുക്ക് പുരട്ടുണ്ട്, കീര തോരനുണ്ട്. ഇന്നത്തെ ഉച്ച ഊണിന് അരിയൊക്കെ അടുപ്പിലിട്ട് അതെല്ലാം റെഡിയായി വരണുണ്ട്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലൊക്കെ മഴയാണോ? ഞങ്ങളുടെ നാട്ടിൽ മഴയാണ്. എല്ലാവരെയും പ്രത്യേകം അന്വേഷിക്കണം. ഞാനിതാ ചമ്മന്തിക്കൊക്കെ തേങ്ങയൊക്കെ തിരികെ വെച്ചു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇന്ന് കുറച്ച് തൂക്കാനും വാരാനും വലയടിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലത്തെ അടുക്കള പണിയെല്ലാം ഒതുക്കിയ ശേഷം ഞാൻ തൂക്കാനും വാരാനും വലയടിക്കാനും ഒക്കെ ഇറങ്ങി. അങ്ങനെ ആ പരിപാടികളാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. ഇത്രയും പേരെൻ്റെ വീഡിയോ കാണുന്നില്ല, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇതാ തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് എൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കാനുണ്ട്. ഇന്നലെ അങ്ങ് എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ പോയി അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നു. അപ്പം രണ്ടിടവും കൂടി ഇപ്പം കിടന്ന് ഓട്ടമാണ്. ഇവിടെ നിന്ന് അവിടെ പോവുക, അവിടെ നിന്ന് ഇവിടെ വരിക, ഇവിടെ നിന്ന് അവിടെ പോവുക. ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ജോലി. എവിടെ ആയാലും നമ്മൾ നല്ലവണ്ണം നമ്മളെ വീട് സൂക്ഷിച്ചാൽ നമ്മളെ വീട് നല്ല ക്ലീനായിരിക്കും. അല്ലാതെ ഇട്ടിരുന്നാൽ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. നമ്മൾ എവിടെ നിന്നാലും അവിടെ നമ്മൾ ശുദ്ധമായി നോക്കും. അത് ഓരോരുത്തരുടെയും സ്വഭാവം അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മളിരിക്കുന്ന വീടും പരിസരമൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കാൻ നോക്കുക. അങ്ങനെ പാലൊക്കെ കാച്ചി വെച്ചു. അത് തണുക്കാൻ വേണ്ടി എടുത്തൊക്കെ മാറ്റി വെച്ചു. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുറ്റം അടിക്കാൻ പോവുകയാണ്. മുറ്റം അടിപ്പും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇന്നത്തെ രാവിലത്തെ പാചകവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ ബാക്കി പരിപാടികൾക്കൊക്കെ ഇറങ്ങിയത്. ഇന്ന് രാവിലെ കീരത്തോരനും മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നും അതൊക്കെ തന്നെ കാണണ്ട. ഇന്ന് ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറയാൻ പോവുകയാണ്. ഏകദേശം സമയം കഴിഞ്ഞ് വരണുണ്ട്. അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു. ടാറ്റ ബൈ ബൈ.